ധാരാളം വിശ്വാസികൾ, കുടുംബങ്ങൾ ഇവിടെ ഈ ഇടവക ഇവിടെ ഭാഗമായിട്ട് ഇവിടെ ഈത്തത്തമ്പിളിയിലായിരിക്കുന്നു. വളരെ ആഴമായ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ഇവിടെയുള്ളത്. അതിൻ്റേതായ ആ ഊർജ്ജസ്വലതയും ചൈതന്യവുമെല്ലാം തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിഫലനവും അതിൻ്റെ ഫലവുമാണ് പൗരോഹിത്യമെന്ന ദൈവവിളി ലഭിക്കുക എന്നത്. അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയൊരു സൽഫലമാണ്. ആഴമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സഭാത്മകമായ ആ സമർപ്പിത ജീവിതത്തിൻ്റെ വലിയ ഒരു റിസൾട്ടാണ്, ഫലമാണ് വാസ്തവത്തിലെ പൗരോഹിത്യ ദൈവവിളികൾ. കാരണം സഭ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധപിതാക്കന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും എല്ലാം പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇപ്പം സഭ ജന്മം കൊള്ളുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്, സഭ ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്, സഭ വളരുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് പുരോഹിതർ. പൗരോഹിത്യത്തിൻ്റെ മർമ്മപ്രധാനമായ നിയോഗം അതാണ്. ദൈവജനത്തിനു വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച്, അല്ലെങ്കിൽ സഭാസമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക, മിശിഹായുടെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുക, പടുത്തുയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പുരോഹിത ശുശ്രൂഷയിലൂടെയാണ് സഭയുടെ നിലനിൽപ്പും വളർച്ചയുമെല്ലാം. അതുകൊണ്ട് തന്നെ പൗരോഹിത്യ ദൈവവിളി ഒരു ക്രൈസ്തവ സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അത് അന്യം നിന്ന് പോയാൽ, ആ ദൈവവിളി അന്യം നിന്ന് പോയാൽ ആ ക്രൈസ്തവ സമൂഹം തളർന്നു പോകും. അവസാനം അത് നാമാവശേഷമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള വലിയ ദൈവ നിയോഗം പൗരോഹിത്യ പട്ടത്തിലൂടെ ലഭിക്കുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു ദാനമാണത്. ഇന്ന് ഈ ദാനം നമ്മുടെ ഈ ഇടവക കുടുംബത്തിലെ പുത്തമ്പറമ്പിൽ ജോൺ ശംസാനായിക്ക് നൽകപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ടത്. അങ്ങനെ അദ്ദേഹവും ഈ സഭയെ പടുത്തുയർത്തുന്ന ആ വലിയ മഹത്തായ ദൗത്യ നിർവഹണത്തിൽ സജീവമായി ഇന്നു മുതൽ പങ്കുചേരുകയാണ്. പുരോഹിത ശുശ്രൂഷയിലൂടെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട്, വിശുദ്ധ രഹസ്യങ്ങൾ കുദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട്, വചനം പ്രഘോഷിച്ചുകൊണ്ട് ഒക്കെ അദ്ദേഹം കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുന്ന ആ ഒരു ദൈവികമായ പ്രക്രിയയിലേക്ക് സജീവമായി ഉൾച്ചേരുകയാണ്. നമുക്ക് ഈ ദാനത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും ഈ സഹോദരന് വേണ്ടി ജോൺ ശംസാനായ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയും, ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ദൈവവിളിയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണാ കടാക്ഷം ഈ കുടുംബത്തിന്മേൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെയും കുടുംബ അംഗങ്ങളുടെയും ഒക്കെ സജീവമായ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഫലം കൂടിയാണല്ലോ ഇത്. അങ്ങനെ ഈ കുടുംബത്തെയും ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുക്രമങ്ങളിൽ പങ്കുചേരാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട നമുക്ക് സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഈ മുന്തിരിച്ചെടിയുടെ ഉപമ ഈശോ പറയുന്നതാണ്. മുന്തിരിച്ചെടിയുടെ ഉപമ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ മുന്തിരിച്ചെടിയുടെ ഉപമയിൽ ഒരു പൗരോഹിത്യ ധർമ്മത്തിൻ്റെ സവിശേഷത എന്താണെന്നും ആ വിളിയുടെ മഹത്വം എന്താണെന്നും പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് ഈശോ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞ ഉപമ കൂടിയാണ്. ഇസ്രായേൽ ജനം ദൈവം നട്ട മുന്തിരിച്ചെടിയാണ് എന്നുള്ള ആ ഒരു
ചിന്ത അന്നുണ്ടായിരുന്നു. ഇസ്രായേലാണ് മുന്തിരിച്ചെടിയും. അപ്പോൾ അത് ദൈവത്തിൻ്റെ ജനമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ആ സമൂഹത്തിൽ അംഗമാകുന്നതിലൂടെ തന്നെ ഓരോ ഇസ്രായേൽക്കാരനും ആ ഇസ്രായേൽ സമൂഹത്തിൽ അംഗമാകുന്നതിലൂടെ തന്നെ രക്ഷ കണ്ടെത്താൻ സാധിക്കും. അതായത് ദൈവം നട്ട മുന്തിരിച്ചെടിയാണ്. ആ മുന്തിരിച്ചെടിയുടെ ഭാഗമായി മാറുക, ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അതുകൊണ്ട് രക്ഷ കൈവന്നു, അതിലൂടെയാണ് രക്ഷ എന്ന് ധരിച്ചിരുന്ന സമൂഹമായിരുന്നു ഇസ്രായേൽ ജനം. വാസ്തവത്തിൽ ദൈവം അവരെ തിരഞ്ഞെടുത്തത് ദൈവം തന്നെ സ്വന്തം ജനമാക്കാൻ വേണ്ടി കൂടിയാണ്. സ്വന്തം ജനമായിട്ട് ദൈവം അവരെ നയിക്കുകയും ചെയ്തു. എങ്കിലും ദൈവം ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ആ മുന്തിരിച്ചെടിക്ക് സാധിച്ചില്ല. ദൈവം പലരെയും അയച്ചു, പ്രവാചകന്മാരെ അയച്ചു, നേതാക്കന്മാരെ അയച്ചു, അവരെ വഴി നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് അവരുടെ പക്കലേക്ക് അയച്ചു. പക്ഷേ അവിടെയൊക്കെ അത് യഥാവിധി സ്വീകരിക്കുന്നതിലും അത് ജീവിക്കുന്നതിലും ഒക്കെ അവർ പരാജയപ്പെട്ടു. അങ്ങനെ ദൈവം നട്ട മുന്തിരിച്ചെടി എന്നുള്ള ആ ഒരു വലിയ വിളി അവർക്ക് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടമാണ് ഈശോ പറയുന്നത്. ഇന്ന് ഞാൻ മുന്തിരിച്ചെടിയാണ്, ഞാനാണ് മുന്തിരിച്ചെടി, ഇസ്രായേൽ മുന്തിരിച്ചെടിയാണ് എന്നുള്ള വ്യാമോഹത്തിൽ ഇനി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല. കാരണം ഈ ദൈവപിതാവുമായിട്ട് ദൈവജനത്തെ ബന്ധിപ്പിക്കുന്നത് ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി. നിങ്ങളെല്ലാവരും എൻ്റെ ശാഖകളാണ്, അതിൻ്റെ ശാഖകളാണ് എന്നാണ്. എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് നമ്മളെല്ലാവരും ചേർക്കപ്പെടണം. അതാണ് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളെ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ചേർക്കപ്പെടൽ ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്, നമ്മളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് വിശുദ്ധ കുദാശകളിലൂടെയാണ്. മാമോദീസായും പ്രവേശ കുദാശകൾ, മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന, ഈ കുദാശകളിലൂടെ ഈ മുന്തിരിച്ചെടിയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നു. അതൊക്കെ ഒരു പുരോഹിതൻ നിർവഹിക്കുന്ന കാര്യമാണ്. ഇനി തുടർന്ന് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ബന്ധം ഈശോയും തൻ്റെ ശിഷ്യന്മാരുമായുള്ള ആ ഒരു ബന്ധം, ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകം മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന കാര്യമാണ്. അത് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, മറിച്ച് സ്നേഹിതന്മാർ എന്ന് വിളിക്കും. അപ്പം ഇതുവരെ അവരെ ഒരു ദാസന്മാരുടെ പദവിയിലാണ്, ആ രീതിയിലാണ് ഈശോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ തുടർന്ന് ഈശോ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നല്ല വിളിക്കുന്നത്, സ്നേഹിതന്മാർ എന്നാണ് വിളിക്കുക. ഈ ദാസന്മാർ എന്നുള്ളതും വലിയൊരു അംഗീകാരമായിരുന്നു വാസ്തവത്തിൽ. നമ്മൾ സാധാരണ ഇന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ അടിമകൾ അങ്ങനെയുള്ള അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കും. ഇവിടെ ദാസന്മാർ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു പദവിയാണത്. ദാസന്മാർ, രാജ്യസേവകൻ എന്നൊക്കെ പറയുമ്പോൾ ഉന്നതമായൊരു പദവിയില്ലേ, രാജ്യസേവകൻ. അപ്പോൾ ഒരു സേവകരാണ്. അപ്പോൾ ഒരു യജമാനെ സേവിക്കുന്നത്, യജമാൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആ യജമാൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ, യജമാൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഇവരാണ് ദാസന്മാർ എന്ന് പറയുമ്പോൾ. ഉന്നതമായ പദവി തന്നെയാണ്. ഒരുവന് ലഭിക്കാവുന്ന, ഈ ലോകത്ത് ലഭിക്കാവുന്ന ഉന്നതമായൊരു പദവിയാണ്. ഒരു രാജാവിൻ്റെ ദാസന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ, അല്ലെ ഒരു പ്രധാനമന്ത്രിയുടെ ദാസരായി അവരുടെ പ്രധാനമന്ത്രിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരായി മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ. അതാണ് ദാസന്മാർ എന്ന് പറയുന്നത്. പക്ഷേ ഈശോ ഇവർ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളെ ഇനി ദാസന്മാരൊന്നുമല്ല ഞാൻ വിളിക്കുന്നത്, ഞാൻ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നത്. ദാസന്മാരേക്കാൾ ഉപരിയായ ഒരു അംഗീകാരം അവർക്ക് കർത്താവ് നൽകുകയാണ്. സ്നേഹിതന്മാരെന്ന് വിളിക്കും. കാരണം ഈശോ പറയുന്നത്, യജമാനൻ ചെയ്യുന്നത് എന്തെല്ലാമെന്ന് ദാസന്മാർ അറിയുന്നില്ല. യജമാനന്മാർ എല്ലാം ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. അവർ സഹകാരികളാണ്. അവരെ യജമാന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. അങ്ങനെ സേവിക്കുന്നവരാണ്. പക്ഷേ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പങ്കാളിത്തമാണ് അവിടെ. ഈശോയുമായുള്ളൊരു പങ്കാളിത്തത്തിലേക്കാണ് അവരെ
കർത്താവ് വിളിച്ചിരിക്കുന്നത്. സ്നേഹിതന്മാർ പരസ്പരം എല്ലാം പങ്കുവയ്ക്കും. അവർക്ക് പരസ്പരം ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ അങ്ങനെയാണ് കണക്കാക്കുക. തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു. ഞാനൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നില്ല. എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റൊരിക്കൽ ഈശോ പറയുണ്ടായി, നിങ്ങൾ ചെവികളിൽ കേട്ടത് നിങ്ങൾ പുരമുകളിൽ നിന്ന് പ്രസംഗിക്കണം. അപ്പം ഈശോ ശിഷ്യന്മാരുടെ ചെവികളിൽ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരസ്യമായി ഈശോ നിരന്തരം ഉത്ബോധിപ്പിക്കുമായിരുന്നു, പ്രബോധനങ്ങൾ നൽകുമായിരുന്നു. പരസ്യമായിട്ട് ഉപമകളിലൂടെ പല സംഭവങ്ങളിലൂടെ ഒക്കെ മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നു ഈശോ. പക്ഷെ അതിൻ്റെ എല്ലാ അർത്ഥം ആ ജനത്തിന് മനസ്സിലായിരുന്നില്ല. എന്താണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ അന്തസത്ത എന്താണെന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഈശോയുടെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർ ചിലപ്പോൾ അതേപ്പറ്റി ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ആ ഉമ്മയുടെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന് വിത്തിൻ്റെ ഉമ്മ, വിതക്കാരൻ്റെ ഉമ്മ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തു. ഈശോ ശിഷ്യന്മാർ മാത്രമായിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈശോ വീണ്ടും ഈശോ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരോട് പറയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ ചെവികളിൽ കേട്ടത് പുരമുകളിൽ നിന്ന് പ്രസംഗിക്കണം. ഇത് നിങ്ങളെ ഞാൻ അറിയിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളത് പറയുടെ കീഴിൽ വയ്ക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ അത് രഹസ്യമാക്കി വയ്ക്കാൻ വേണ്ടിയല്ല, എല്ലാവരെയും അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എനിക്കുള്ളത് എൻ്റെ ഹൃദയത്തിലുള്ളത്, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത്രമാത്രം അഗാധമായ ആഴമായ ഒരു ബന്ധത്തിലേക്ക് ആണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത്. അതിന് യാതൊരു വിവേചനവുമില്ല. ആ കൂട്ടത്തിൽ ഈശോ തൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിച്ചവരുടെ കൂട്ടത്തിൽ യൂദാസും ഉണ്ടായിരുന്നല്ലോ. തന്നെ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കും അവസാനം. അതും ഈശോയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും ആ യൂദാസിനെയും ഒരു സ്നേഹിതനായിട്ട് ഈശോ കണ്ടു. അപ്പോൾ വിവേചനമില്ലാത്ത ഒരു സ്നേഹബന്ധം, അതാണ് ഈശോ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. എല്ലാം തികഞ്ഞവരായിരുന്നില്ല. പല പരിമിതികളും ഉണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു. അവരുടെ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായിരുന്നില്ല, പൂർണ്ണത കൈവരിച്ചിരുന്നില്ല. അങ്ങനെയുള്ളവരെ ഈശോ വിളിച്ചത്. പക്ഷെ അവരെ പൂർണ്ണരാക്കാൻ വേണ്ടി ഈശോ ശ്രമിക്കുകയായിരുന്നു. അതുപോലെയാണ് ഓരോ ദൈവവിളിയും. എല്ലാ പൂർണ്ണതയും ഉള്ളവരെ അല്ല ദൈവം വിളിക്കുന്നത്. ഒത്തിരി പരിമിതികളും പോരായ്മകളും ബലഹീനതകളും എല്ലാം ഉള്ളവരെയാണ് കർത്താവ് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരിശീലനങ്ങളിലൂടെ അവരുടെ പോരായ്മകളെല്ലാം പരിഹരിച്ച് അവരെ പൂർണ്ണരാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതും കർത്താവിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അതിനോട് സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും. നമുക്കറിയാം, പത്രോസ് തന്നെ ഇതുമാത്രം വീണുപോയ ഒരാളാണ്. പത്രോസ് ഈശോയുടെ പീഡാനുഭവ സമയത്ത് എല്ലാവരും ഓടിപ്പോയി, തന്നെ ഉപേക്ഷിച്ചു പോയി. താൻ ഒറ്റപ്പെട്ട പീഡനത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പത്രോസ് പറഞ്ഞെന്താണ്, ഞാനവനെ അറിയുക പോലുമില്ല, ഈശോയെ ഞാൻ അറിയുക പോലുമില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. അത്രമാത്രം വീണുപോയ ഒരാളാണ് പത്രോസ്. പക്ഷെ ആ പത്രോസിനെ അപ്പോഴും കർത്താവ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പത്രോസ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണീര് വാഴ്ത്തി. അപ്പോൾ ആ പത്രോസിനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ വിശ്വാസം പത്രോസ് തിരിച്ചു വന്നു, അനുതി വെച്ചു. ആ പത്രോസിനെ കർത്താവ് സഭയുടെ തലവനാക്കി, ശിഷ്യന്മാർ തന്നെ പ്രമുഖമായ സ്ഥാനം കൊടുത്തു. അങ്ങനെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം. ഞാൻ നിന്നെ സ്നേഹിതൻ എന്ന് വിളിക്കുന്നു പറയുമ്പോൾ തനിക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു കർത്താവ്. ഇപ്രകാരമുള്ള ഒരു സൗഹൃദ ബന്ധത്തിലേക്കാണ് പൗരോഹിത്യത്തിലൂടെ ഒരു പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈശോയുമായുള്ള ആ ബന്ധം ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാൻ സാധിക്കണം. നമുക്കറിയാം, പരസ്പരം ഉള്ള സ്നേഹിതന്മാർ, നല്ല സ്നേഹിതന്മാർ, അവർക്ക് പരസ്പരം ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. അവർ ഹൃദയം തുറന്ന് സംസാരിക്കും. അവിടെ ഒരു അനൈക്യം ഉണ്ടാവുകയില്ല. ഒരു മനസ്സും ഒരു ഹൃദയവുമായിട്ട് ജീവിക്കും. അവർ ശരിക്കുള്ള ആ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ, ശരിക്കും സ്നേഹിതരാണെങ്കിൽ അവിടെ ഇടയിൽ സ്വാർത്ഥത ഉണ്ടാവുകയില്ല.
അസൂയ ഉണ്ടാവുകയില്ല. പരസ്പരം അംഗീകരിക്കുവാൻ, പരസ്പരം പങ്കുവയ്ക്കുവാൻ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. സന്തോഷിക്കുന്നതിനോടുകൂടി സന്തോഷിക്കാനും കരയുന്നതിനോടുകൂടി കരയുവാനും അവർക്ക് സാധിക്കും. ഒരു സ്നേഹിതന് വേദനയുണ്ടാകുമ്പോൾ വേദനയിൽ പങ്കുചേരും. അവൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ സന്തോഷത്തിൽ അവൻ പങ്കുചേരും. സ്നേഹിതൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കും, സന്തോഷിക്കും, അഭിനന്ദിക്കും, അല്ല അസൂയപ്പെടുകയില്ല. അങ്ങനെയുള്ളതാണ് വാസ്തവത്തിൽ സ്നേഹബന്ധം എന്ന് പറയുന്നത്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അതാണ്. തന്നെപ്പോൾ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ആ സ്നേഹബന്ധം. ഇങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് ഈശോ ശിഷ്യന്മാരെ വിളിച്ചു. അതിൻ്റെ തുടർച്ചയാണ് പൗരോഹിത്യത്തിലൂടെ സംഭവിക്കുന്നത്. ആ സ്നേഹം, അതുകൊണ്ട് ഈ ഈശോയുമായുള്ള ആ ഹൃദയ സംഭാഷണം അത് വാസ്തവത്തിൽ പുരോഹിതൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ അനുഭവമാണത്. ഈശോ തന്നെ പിതാവുമായി ഇങ്ങനെ സ്നേഹബന്ധം പുലർത്തിയിരുന്ന ആളാണ്. ഈശോ പിതാവുമായുള്ള ബന്ധം ഈശോ ഇത്ര അഗാധമായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ഹിതം അറിയുവാൻ വേണ്ടി ഈശോ കൂടെ ഏകാന്തത്തിലേക്ക് പോയിരുന്നു. പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ചെലവഴിക്കാനായിട്ട്. അങ്ങനെ പിതാവുമായിട്ട് നിരന്തരമായ സമ്പർക്കത്തിലായിരുന്നു. അത് പിതാവും പുത്രനും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം കൂടിയായിരുന്നത്. പ്രത്യേകിച്ച് ആ 40 ദിവസത്തെ കർത്താവിൻ്റെ ഉപവാസം, മരുഭൂമിയിലെ ഉപവാസം, പിതാവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ആ പിതൃസ്നേഹം, ആ ഒരു സ്നേഹബന്ധം അവിടെ നിന്ന് ആഴപ്പെടുത്തുകയായിരുന്നു. അതിലൂടെ പിതാവിൻ്റെ ഹൃദയം രഹസ്യം എന്താണെന്ന് പുത്രന് മനസ്സിലായി. അതിനുശേഷമാണ് പരസ്യവിധം ആരംഭിക്കുക. താൻ എങ്ങനെയാണ് തൻ്റെ ദൗത്യം നിറവേറ്റേണ്ടത്, പിതാവ് തൻ്റെ ഏൽപ്പിച്ച ദൗത്യം എങ്ങനെ നിറവേറ്റണമെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഈശോ ആ പിതാവിനോടൊപ്പം ഏകാന്തതയിൽ പ്രാർത്ഥനയിലായിരുന്നു. പിന്നീട് ഓരോ നിമിഷത്തിലും ഈശോ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പിതാവിനെയുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുവാൻ മലമുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു. ഇതുപോലെയുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള വിളി കൂടിയാണ് പൗരത്വത്തിലേക്ക് വിളി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള നിയോഗമാണ് പൗരോഹിത്യ വിളി എന്ന് പറയുന്നത്. അവിടെ പുരോഹിതൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത്, സ്വന്തം കഴിവ് കൊണ്ടൊന്നുമല്ല. കാരണം സ്വന്തം കഴിവ് കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പുരോഹിതൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. അത് മിശിഹായുടെ മിശിഹായാണ് ഒരു പുരോഹിതനിലൂടെ പ്രവർത്തിക്കുക, ദൈവാത്മാവാണ് പ്രവർത്തിക്കുക. കുർബാനയിൽ ആ അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത് പുരോഹിതൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, പുരോഹിതൻ പ്രാർത്ഥിച്ചതിൻ്റെ പേരിലൊന്നുമല്ല. പക്ഷേ പുരോഹിതനിലൂടെ കർത്താവ് ആ ദൈവം അത് നിർവഹിക്കുന്നു എന്നുള്ളത്, ദുഃഖാതക്കുത്സാഹം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി സമർപ്പിക്കുന്ന അപ്പം അതെങ്ങനെയാണ് കർത്താവ് ശരീരരക്തങ്ങളായിട്ട് മാറുന്നത്? അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. കുർബാനയിൽ സംഭവിക്കുന്നതാണല്ലോ, കുമ്പസാരക്കൂടി സംഭവിക്കുന്നതാണല്ലോ. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് പാപം മോചിക്കുന്നത്? ദൈവമാണ് പാപം മോചിക്കുന്നത്. അപ്പോൾ പുരോഹിതനിലൂടെ ദൈവം പ്രവർത്തിക്കുക. അത്രമാത്രം പുരോഹിതനെ ദൈവം വിശ്വസിക്കുന്നു, കർത്താവ് വിശ്വസിക്കുന്നു. തൻ്റെ അധികാരം പുരോഹിതനിലൂടെ നിറവേറ്റപ്പെടുകയാണ്. ഇതാണ് ഈ സ്നേഹബന്ധത്തിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ആ പുത്രൻ്റെ തന്നെ വിളിച്ച കർത്താവിൻ്റെ ജീവിതാനുഭവങ്ങളിലും പങ്കുചേരുവാൻ തയ്യാറുള്ളവനാകണം. ഈശോ ദിനത്തിനെ സമർപ്പിച്ചു, ദൈവജനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു, പീഡ സഹിച്ചു, ശാന്തനായി ക്ഷമയോടുകൂടെ എല്ലാവരെയും സ്നേഹിക്കുന്നവനായിട്ട്, യാതൊരു പകയും പുലർത്താത്തവനായിട്ട് ഈശോ ഈ ലോകത്തിൽ ജീവിച്ചു. തൻ്റെ പീഡകർക്ക് വേണ്ടിയും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് മരണം കൈവരിച്ചു. അതുപോലെയുള്ള മനോഭാവം പുരോഹിതനും നമ്മളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയെപ്പോലെ ക്ഷമിക്കാൻ, ഈശോയെപ്പോലെ സ്നേഹിക്കാൻ, ഈശോയെപ്പോലെ നന്മ ചെയ്യുവാനുള്ള വിളിയാണിത്. അതുകൊണ്ട് ഇത് ദൈവജനത്തിന് വേണ്ടിയുള്ള വിളിയാണ്. ഒരു പുരോഹിതൻ, ഒരാളെ ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ആ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതനെ വിളിച്ച് വിശുദ്ധീകരിച്ച് അയക്കുന്നത്. അതുകൊണ്ട് ജനവുമായുള്ള ബന്ധം പുരോഹിതൻ ഇപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും
ഇടയ്ക്ക് ഒരു മധ്യവർത്തിയെ പോലെ ഈശോയാകുന്ന മധ്യസ്ഥൻ്റെ സ്ഥാനത്താണ് ഈ പുരോഹിതനോട് നിൽക്കുക. ഈശോയാകുന്ന മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ ഈശോ തന്നെയാണ്. പക്ഷെ ആ ഈശോയുടെ സ്ഥാനത്ത് പുരോഹിതനാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇവിടെ അവൾ നിരന്തരം ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവജനത്തിനു വേണ്ടി ത്യാഗമനുഷ്ഠിക്കുന്ന, പരിഹാരം ചെയ്യുന്ന ആ പുരോഹിത ദൗത്യം എല്ലാറ്റുപരിയായിട്ട് കുർബാനയിലൂടെയും ഉദാസകളിലൂടെയും ഒക്കെ നിരന്തരം തൻ്റെ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്ന പുരോഹിതൻ. ഇതൊക്കെയാണ് ഞാൻ ഇനി നിങ്ങളെ സ്നേഹിതൻ എന്നാണ് വിളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, എൻ്റെ ആഴമായ അർത്ഥം. വെറുതെ ഒരു സൗഹൃദ ബന്ധമല്ല, കർത്താവിനോടൊപ്പം ജീവിച്ച് സഹിച്ച് മരിച്ച് സംസ്കരിക്കപ്പെടുവാനുള്ള വിളിയാണ്. പക്ഷേ അത് പിന്നെ അവസാനിക്കുന്നത് ഉത്ഥാനത്തിലാണ്. കർത്താവിനെ ഞാൻ ഉത്ഥാനത്തിലും പങ്കു കിട്ടും, ഉത്ഥാനത്തിൽ പങ്കുചേരാൻ സാധിക്കും. അങ്ങനെ ഈശോയോടുകൂടെ സഹിച്ചു മരിച്ച് ജീവിക്കുന്ന ഒരു വിളിയാണ് പൗരത്വത്തിലേക്കുള്ള വിളി. ആ തരത്തിലുള്ള അതിന് പുരോഹിതൻ്റെ യോഗ്യതയല്ല ദൈവം കണക്കാക്കിയത്, പുരോഹിതൻ്റെ സമർപ്പണമാണ്, ആത്മാർത്ഥതയാണ്, നല്ല മനസ്സാണ്. എന്തുമാത്രം വിജയിച്ചു എന്നുള്ളതല്ല, എന്തുമാത്രം ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പുരോഹിതൻ മനുഷ്യനാണ്, പരിമിതികളുടെ മനുഷ്യനാണ്. പക്ഷേ തനിക്ക് ആവുന്ന ആ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ ഈ വിളിയോട് പ്രത്യുദ്ധരിക്കുവാൻ പുരോഹിതൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന് അത് മതി. ആത്മാർത്ഥത, ആ നിഷ്കളങ്കത, ആ സമർപ്പണ മനോഭാവം, ആ രീതിയിൽ നമ്മുടെ പൗരോഹിത്യ യോഗം കിട്ടിയിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ആ വിളി അന്വർത്ഥമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പുരോഹിത പട്ടം സ്വീകരിക്കുന്ന ജോൺ സംസാനയും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായ ഒരു കർത്താവിൻ്റെ സ്നേഹിതനായിട്ട്, കർത്താവിൻ്റെ ഉപകരണമായിട്ട് സ്വയം സമർപ്പിക്കുവാൻ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. ആ സമൃദ്ധി, വലിയ കൃപാവരങ്ങൾ നൽകപ്പെടുകയാണ് ഈ ശുശ്രൂഷയിൽ. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള പ്രാർത്ഥനകളിൽ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ ആയിട്ട് പുരോഹിതനിൽ വർഷിക്കപ്പെടുന്ന ആ ദിവ്യവരങ്ങൾ എന്തൊക്കെയാണ്. അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന വരങ്ങളല്ല, ദൈവത്തിൻ്റെ ഔദാര്യത്തിലൂടെ നൽകുന്ന കൃപകളാണ്. അതുകൊണ്ട് അവയോടെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് സ്വയം സമർപ്പിക്കുവാൻ ഈ സഹോദരന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെയും ഈ ഇടവക സമൂഹത്തെയും ഇതുപോലെ ധാരാളം നല്ല ദൈവവിളികൾ ഈ ഇടവയിൽ നിന്നുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വലിയൊരു ഇടവകയാണ്. 10,400 കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിന് അനുസരിച്ചുള്ള ദൈവവിളി ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് ഇടവകങ്ങൾ ഒന്നുകൂടെ ഒന്ന് അനുശോധന ചെയ്യണം. കുടുംബജീവിതക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്ക് ധാരാളം ദൈവവിളികൾ ആവശ്യമാണ്. ദൈവം തരാഞ്ഞിട്ടല്ല, ദൈവം വിളിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ആ വിളി കേൾക്കാൻ ഇന്ന് പലർക്കും ചെവികളില്ല എന്നുള്ളതാണ്, അതിനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. കാരണം ചിലതൊക്കെ ഉപേക്ഷിക്കാതെ പറ്റില്ല ഈ വിളി സ്വീകരിക്കാനായിട്ട്. തൻ്റെ ഈ ലോക സങ്കല്പങ്ങളും ആസ്വാദ്യതകളും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വിളിയുടെ പിറകെ പോകുവാൻ സന്നദ്ധരായ മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ഇടവകയിൽ നിന്ന് കൂടുതൽ ദൈവവിളികൾ ഇനിയും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.